എന്താണ് പിന്നോട്ടുള്ള നടത്തം, ബാക്ക്വേഡ് വാക്ക്, അതിൻ്റെ പ്രയോജനങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ പിന്നോട്ട് നടന്ന വ്യക്തി ആര്, നമുക്കിന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ എല്ലാ പേശികളും ഘടനകളും സ്വാഭാവികമായി മുന്നോട്ട് നടക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നോട്ടുള്ള നടത്തം അത്ര സുഖകരമല്ല. ആഴ്ചയിൽ 5 ദിവസം, തുടർച്ചയായി 4 ആഴ്ചകളിൽ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഒന്നാമത്തത്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയുന്നു. രണ്ടാമത്, നമുക്ക് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ നമുക്ക് ലഭിക്കുന്നു. മൂന്നാമത്, നമ്മുടെ മസിൽസ്, അതിന് റിലാക്സേഷൻ ലഭിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോജനം, ബെല്ലി ഫാറ്റ് മുന്നോട്ട് നടക്കുന്നതിനേക്കാൾ കൂടുതൽ കുറയുന്നു. നമ്മുടെ മസിൽസിൻ്റെയൊക്കെ പല ഭാഗങ്ങളിലുണ്ടാവുന്ന ആ മുറുക്കം നമുക്കില്ലാതാവുന്നു. ജോയിൻറ്റ് പെയിൻ, സന്ധിവേദന തടയുന്നു. നമ്മുടെ പോസ്റ്ററിനെ കരുത്തറ്റാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോജനം, നമ്മുടെ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി കുറയുന്നു. കാഫ് മസിൽസിന് വളരെ നല്ല പ്രയോജനമുണ്ടാവുന്നു. ഒപ്പം ഇംപ്രൂവ്സ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഹിപ്പ്, നീ ആൻഡ് ആംഗിൾസ്. ഇത്രയധികം പ്രയോജനമുള്ള പിന്നോട്ടുള്ള നടത്തം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, സ്മൂത്തായ സർഫസ് നമ്മൾ തിരഞ്ഞെടുക്കുക. ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ നടത്തം ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ തടസ്സങ്ങൾ ഇല്ലാതെ തന്നെ നടക്കുക. സ്റ്റാർട്ട് വിത്ത് സ്ലോലി, കുറച്ചു ദൂരം നടന്നു തുടങ്ങുക, അങ്ങനെ നല്ല ദൂരത്തിൽ നടക്കുക. ഒപ്പം ഏറ്റവും കൂടുതൽ ദൂരം നടന്ന ഒരു വ്യക്തിയെ കൂടി നമുക്ക് പരിചയപ്പെടാം. അമേരിക്കക്കാരനാണ്. അദ്ദേഹം 13,000 കിലോമീറ്ററാണ് 1931 നടന്നത്. ഒരു വർഷത്തിലേറെ എടുത്തു. അദ്ദേഹത്തിൻ്റെ പേര് പ്ലെനി ലോറൻസ് വിങ്ങോയാണ്. അദ്ദേഹം സാന്റാ മോണിക്കയിൽ നിന്നും ഇസ്താംബൂൾ, ടർക്കിയിലുള്ള ഇസ്താംബൂളിലേക്ക് നടന്നു 13,000 കിലോമീറ്റർ. അദ്ദേഹം 98 വയസ്സ് വരെ ജീവിച്ചു. അപ്പോൾ നമുക്ക് ദീർഘായുസ്സും ലഭിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് തന്നെ കുറച്ച് ദൂരം നടന്നുകൊണ്ട് പിന്നോട്ടുള്ള നടത്തത്തിൻ്റെ ആ പ്രയോജനങ്ങൾ അനുഭവിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. താങ്ക് യു.